മുഖ്യമന്ത്രി തർക്കത്തിലെ അണികളുടെ പ്രതിഷേധ പ്രകടനത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി വി.ഡി. സതീശൻ ചേരിതിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തുന്നത് ഒഴിവാക്കണമെന്നും പാർട്ടി പ്രവർത്തകർ പിന്മാറണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കൊച്ചിയിൽ നിന്നും എ.ടി. അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മളിത് കണ്ടതാണ്. ഇപ്പോൾ കൂടുതൽ ശക്തമാകുന്നു. ഈ സാഹചര്യത്തിലാണ് പാർട്ടിയുടെ ഒരു വിലക്കുണ്ട്, പ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തരുത് എന്നൊക്കെ. ഈ സാഹചര്യത്തിലാണ് വി.ഡി. സതീശന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അതായത് അണികളുടെ പ്രതിഷേധ പ്രകടനത്തിലാണ് വി.ഡി. സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങൾ ഒഴിവാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, അശ്വതിയുടെ ബാക്കിലും വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രകടനം നടക്കുകയാണ്. 41 സീറ്റുമായി നിന്ന കോൺഗ്രസിന് 100-ലധികം സീറ്റുകളുമായി അധികാരത്തിൽ വരുമെന്ന് നേരത്തെ കണ്ട് പ്രവചിച്ച് ഒരു ഡസൻ മന്ത്രിമാർ പരാജയപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ത്യയിലെ പേര് കേട്ട അനലിസ്റ്റ് ഏജൻസികൾക്ക് പോലും കഴിയാത്ത കൃത്യമായ കണക്കുകൾ തിരഞ്ഞെടുപ്പിന് മുൻപേ പുറത്തുവിട്ട് കേരളത്തിന്റെ അണികൾ ചേരിതിരിഞ്ഞ പ്രകടനങ്ങളും അതുപോലെ തന്നെ ഫ്ലെക്സ് ബോർഡുകളൊന്നും വെക്കരുത്, അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കരുത് എന്ന ആഹ്വാനവുമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അത് വന്നതിന് ശേഷവും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ആലുവയിലാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷവും ഇപ്പോൾ ആലുവയിൽ അതിശക്തമായ ഒരു പ്രകടനം നടക്കുകയാണ്. നേരത്തെ നമ്മൾ ഈ ആളുകളോട് സംസാരിച്ചിരുന്നപ്പോൾ അവർ പറയുന്നത് വി.ഡി. സതീശൻ അങ്ങനെ പറയുമെങ്കിലും ഇത് അണികളുടെ ഒരു വികാരമാണ്, അദ്ദേഹം മുഖ്യമന്ത്രി ആകണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ് എന്ന് അദ്ദേഹം അല്പം മുൻപ് ഇവിടെ അണികൾ അല്പം മുൻപ് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇവിടെ ആലുവയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രകടനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആലുവയിൽ തോട്ടുമുറ്റത്ത് നിന്നും മഹ്നാലയം വരെയാണ് ഈ പ്രകടനം. ഈ പ്രകടനത്തിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷമാണ് ഈ പ്രകടനം എന്നും നമുക്ക് മനസ്സിലാകുന്നു. ഇവിടുന്ന് അല്പം മുൻപാണ് പ്രകടനം ആരംഭിച്ചത്. ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള അതായത് അദ്ദേഹത്തിന് വേണ്ടിയുള്ള അനൗൺസ്മെന്റുകളും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ജാഥ നടന്നുകൊണ്ടിരിക്കുന്നത്. പടം നയിച്ചവൻ തന്നെ, അതായത് ഈ തെരഞ്ഞെടുപ്പ് നയിച്ച ആൾ തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ജാഥ പുരോഗമിക്കുന്നത്. ഇവിടെ നിരവധി ആളുകൾ ഈ ജാഥ നമുക്ക് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാം. അവിടെ പറയണ്ടേ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്പം മുൻപ്. എന്തോ ജില്ലയിൽ നിന്നൊരു മുഖ്യമന്ത്രി വേണമെന്ന് വളർന്ന് അവശതയായ കോൺഗ്രസിനെ ആർഎസ്ആർഎയിൽ നിന്ന് മഞ്ചേശ്വരം വരെ ധീരമായി നയിച്ച് രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിച്ച വി.ഡി. സതീശനല്ലാതെ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ വേറെ ആർക്കാണ് അവകാശമുള്ളത്? വി.ഡി. സതീശനെ മാത്രമാണ് കണ്ടുകൊണ്ടാണ് ഈ വോട്ട് ചെയ്തത്. കോൺഗ്രസ് തകർന്നു തരിപ്പണമായപ്പോഴും വീഡിയോ ഒരൊറ്റ ആൾ മാത്രമാണ് ഈ പാർട്ടിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. വളരെ ശക്തമായിട്ടുള്ള ഒരു ആവശ്യവുമായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രകടനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആലുവയിലാണ് ഇത് നടക്കുന്നത്. വി.ഡി. സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷമാണ് ഈ ജാഥ ആരംഭിച്ചത്. എന്തായാലും കേരളത്തിലുടനീളം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യവുമായിട്ട് ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ നിരത്തിലിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അമ്പിളി. ശരി, മുഖ്യമന്ത്രി തർക്കം തുടരവേ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിലാണ് വി.ഡി. അനുകൂല പ്രകടനങ്ങളും ഫ്ലെക്സ് യുദ്ധവും ഒക്കെ. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ വി.ഡി. അനുകൂലികൾ പടം നയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്ന പ്ലക്കാർഡുകളുമായി രംഗത്തിറങ്ങി. ഇപ്പോൾ വി.ഡി. സതീശന്റെ സ്വന്തം ജില്ലയാണ് എറണാകുളം. ആലുവയിലാണ് വി.ഡി. സതീശന് പിന്തുണയുമായി പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. അതോടനുബന്ധിച്ച് തന്നെ പ്രതിഷേധ പ്രകടനത്തിൽ നിന്ന് പിന്മാറണമെന്ന് വി.ഡി. സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വന്നിട്ടുണ്ട്. കാരണം പാർട്ടി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തരുത് എന്നൊക്കെ. എങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള ആവശ്യമാണ്. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശനാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ റോഡിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ്
കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളം കണ്ടത്. എന്നാൽ മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ അയവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രവർത്തകർ ചേരിതിരിഞ്ഞാണ് പ്രകടനവും ഫ്ലെക്സ് യുദ്ധവും ഒക്കെ നടത്തുന്നത്. സംസ്ഥാനത്തെ പലയിടങ്ങളിലാണ് KC വേണുഗോപാലിനും അതുപോലെ തന്നെ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമൊക്കെ അനുകൂല ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്.